പാഴാക്കല്ലേ പ്രിയ കൂട്ടരേ. എല്ലാ കൊച്ചു കൂട്ടുകാർക്കും കളിമുറ്റത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. എങ്കിൽ കൂട്ടുകാരെ, നമുക്ക് ഒട്ടും വൈകാതെ നമ്മുടെ ആദ്യത്തെ സെഗ്മെന്റ് ഏതാണെന്ന് നോക്കിയാലോ? ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണോ? ഞാൻ നിങ്ങളുടെ സ്വന്തം പുള്ളിമാൻ. ഇന്ന് കഥ കേൾക്കാൻ തയ്യാറല്ലേ എല്ലാവരും? അതിനു മുൻപേ നമുക്ക് എല്ലാവരെയും ഒന്ന് പരിചയപ്പെട്ടാലോ? മയിലിന്റെ പേരെന്താ? എമിൻ റോസ്. ഏത് കാട്ടിൽ നിന്നാ വരുന്നേ? പുളിങ്കര. മീനിന്റെ പേരെന്താ? ജെയിം. ഏത് കാട്ടിൽ നിന്നാ വരുന്നേ? കുച്ചിക്കാട്. താറാവിന്റെയോ? ജവാൻ ജെയിംസ്. ഏത് കാട്ടിൽ നിന്നാ വരുന്നേ? താഴൂർ. ജിറാഫിന്റെ പേരെന്താ? ജുവർ. ഏത് കാട്ടിൽ നിന്നാ വരുന്നേ? കുത്തിക്കാട്. എല്ലാവരും കഥ കേൾക്കാൻ തയ്യാറല്ലേ? ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ആത്മവിശ്വാസമില്ലാത്തത് മൂലം ഒരു മന്ത്രിക്ക് പറ്റിയ കയ്യബദ്ധങ്ങളാണ്. അതുമൂലം രാജാവിനും രാജകൊട്ടാരത്തിനും സംഭവിച്ച ഭവിഷ്യത്തുകളെ പറ്റിയാണ് ഞാനിന്ന് പറയുന്നത്. ഒരിടത്ത് ഒരു വേട്ടക്കാരനുണ്ടായിരുന്നു. ആ വേട്ടക്കാരൻ ഒരു സ്ഥലത്തും തങ്ങുന്ന പതിവുണ്ടായിരുന്നില്ല. അയാൾ ലോകം മുഴുവൻ സഞ്ചരിച്ച് പക്ഷികളെയും മൃഗങ്ങളെയും വേട്ടയാടിയാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം ആ പക്ഷികളെയും മൃഗങ്ങളെയും വേട്ടയാടുക മാത്രമല്ല ചെയ്തിരുന്നത്, അവരെ ജീവനോടെ പിടികൂടി വിൽക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ആ വേട്ടക്കാരൻ ഒരു ദിവസം നദീതീരത്തുകൂടെ കടന്നു പോകുകയായിരുന്നു. അപ്പോൾ ഒരു പക്ഷി തന്റെ മുൻപിലൂടെ കടന്നു പോകുന്നത് വേട്ടക്കാരൻ ശ്രദ്ധിച്ചു. ഉടനെ തന്നെ തന്റെ സഞ്ചിയിൽ നിന്നും അമ്പും വില്ലും എടുത്ത് ആ പക്ഷിയെ വേട്ടയാടുന്നതിനായി തയ്യാറായി. അപ്പോൾ ആ പക്ഷി ഒരു മരത്തിൽ ചെന്നിരുന്നു. അപ്പോൾ ഒരു മഞ്ഞ കളറിൽ എന്തോ ഒന്ന് താഴേക്ക് ചാടുന്നത് വേട്ടക്കാരൻ ശ്രദ്ധിച്ചു. അത് ആ പക്ഷി കാഷ്ടിച്ചതായിരുന്നു. ആ കാഷ്ടത്തിന് മഞ്ഞ കളറായിരുന്നു, കൂടാതെ അത് തിളങ്ങുന്നുമുണ്ടായിരുന്നു. അത് എന്താണെന്ന് അറിയുന്നതിനായി വേട്ടക്കാരൻ ആ പക്ഷിയുടെ അരികിലേക്ക് എത്തി. അപ്പോൾ അതിനൊന്ന് തൊട്ടു നോക്കിയപ്പോൾ അത് സ്വർണമാണെന്ന് മനസ്സിലായി. അപ്പോൾ വേട്ടക്കാരൻ ഓർത്തു, സ്വർണം കാഷ്ടിക്കുന്ന പക്ഷിയോ? എങ്കിൽ ഇത് രാജാവിന് സമ്മാനമായി നൽകാമെന്ന് വേട്ടക്കാരൻ തീരുമാനിച്ചു. അങ്ങനെ ആ പക്ഷിയെ വേട്ടക്കാരൻ ജീവനോടെ പിടികൂടി ഒരു കൂട്ടിലാക്കി. വേട്ടക്കാരൻ ആ പക്ഷിയും എടുത്ത് രാജകൊട്ടാരത്തിലേക്ക് പോയി. രാജകൊട്ടാരത്തിൽ ചെന്ന് രാജാവിനോട് ആ വേട്ടക്കാരൻ പറഞ്ഞു, ഗുരു, ഞാൻ പക്ഷികളെയും മൃഗങ്ങളെയും വേട്ടയാടുന്ന ഒരു വേട്ടക്കാരനാണ്. ഞാൻ അങ്ങേക്ക് വേണ്ടി ഒരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ രാജാവ് ചോദിച്ചു, എന്താണ് ആ സമ്മാനം? അപ്പോൾ വേട്ടക്കാരൻ പറഞ്ഞു, ഒരു പക്ഷിയാണ്. ഈ പക്ഷിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ പക്ഷിക്ക് സ്വർണം കാഷ്ടിക്കാനായി സാധിക്കും. അപ്പോൾ രാജാവ് സന്തോഷത്തോടെ തനിക്ക് നൽകിയ സമ്മാനം രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു. എന്നിട്ട് ആ വേട്ടക്കാരന് കൈ നിറയെ സമ്മാനങ്ങളുമായി രാജാവ് ആ വേട്ടക്കാരനെ തിരിച്ചു പറഞ്ഞയച്ചു. ആ വേട്ടക്കാരൻ പോയതും ആ കൊട്ടാരത്തിലെ മന്ത്രി രാജാവിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, സ്വർണം കാഷ്ടിക്കുന്ന പക്ഷിയോ? ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കുമോ? ആ വേട്ടക്കാരൻ രാജാവിനെ പറ്റിച്ചതാണ്. മന്ത്രിയുടെ വാക്ക് കേട്ട് രാജാവ് ആ പക്ഷിയെ തുറന്നുവിട്ടു. എന്നാലും ആ പക്ഷിയെ രാജാവും മന്ത്രിയും കൂടി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അകലെ കൂട്ടിൽ നിന്ന് പറന്നുപോയ ആ പക്ഷി അകലെ ഒരു മരത്തിൽ പോയിരുന്നു. ആ മരത്തിൽ ചെന്ന് കുറച്ചു കഴിഞ്ഞപ്പോൾ ആ പക്ഷി കാഷ്ടിച്ചു. അപ്പോൾ അത് മഞ്ഞ കളറിൽ തിളങ്ങുന്നതായി കണ്ടു. അപ്പോൾ രാജാവിന് തോന്നി, ആ വേട്ടക്കാരൻ പറഞ്ഞത് ശരിയായിരുന്നു. ഈ ആത്മവിശ്വാസമില്ലാത്ത മന്ത്രിയെ വിശ്വസിച്ചതുകൊണ്ട് തനിക്ക് നഷ്ടമായത് വളരെ അധികമാണല്ലോ എന്നോർത്ത് രാജാവ് സങ്കടപ്പെട്ടു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായോ? ഈ കഥയിൽ നിന്നും എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത്? എല്ലാത്തിനെയും കണ്ണടച്ച് വിശ്വസിക്കുവാനും പാടില്ല, അതുപോലെ തന്നെ എല്ലാത്തിനെയും കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കാനും പാടില്ല, അല്ലേ? കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും ഇന്നത്തെ കാട്ടിലെ കൂട്ടുകാരെ ഇഷ്ടമായോ? നല്ല രസമുണ്ടായിരുന്നില്ലേ അത് കേൾക്കാൻ? എനിക്ക് ഒത്തിരി ഇഷ്ടമായി. എങ്കിൽ കൂട്ടുകാരെ, നമുക്ക് ഒരു ബൈബിൾ വചനം കാണാതെ പഠിച്ചാലോ? അവന്റെ ആനന്ദം കർത്താവിന്റെ നിയമത്തിലാണ്. രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു. സങ്കീർത്തനം 1:2. കൂട്ടുകാരെ, നിങ്ങളെല്ലാവരും ഈ ബൈബിൾ വചനം കാണാതെ പഠിക്കണേ. എങ്കിൽ നമുക്ക് നമ്മുടെ അടുത്ത സെഗ്മെന്റ് ഏതാണെന്ന് നോക്കിയാലോ? ഹായ് എന്നെ മോളെ. ഹായ് മലാക്കേ. എന്തുണ്ട് എന്നെ മോളെ വിശേഷം?
സുഖമായിട്ടിരിക്കുന്നു മാലാഖേ. അതൊക്കെ പോട്ടെ, ഇന്ന് എന്ത് സംശയം ചോദിക്കാനാ അന്നമോള് ഈ കാവൽമാലാഖയുടെ അടുത്തേക്ക് ഓടി വന്നത്? അതൊരു ചെറിയ സംശയം ചോദിക്കാനാ മാലാഖേ. ആഹാ, അതെന്താ അന്നമോളെ? വേഗം പറയാ, ഈ കാവൽമാലാഖ കേൾക്കട്ടെ. നമുക്ക് രോഗങ്ങൾ പരത്തുന്ന ബാക്ടീരിയകൾ ഉണ്ടല്ലോ. ആ ഉണ്ടല്ലോ അന്നമോളെ. ആരാ മാലാഖേ ഈ ബാക്ടീരിയകളെ ആദ്യം കണ്ടുപിടിച്ചത്? അത് പറയും മുമ്പ് ഈ മാലാഖ ഒന്ന് ചോദിക്കട്ടെ അന്നമോളോട്. എന്താണ് ബാക്ടീരിയ എന്ന് അന്നമോൾക്കറിയാമോ? ഇല്ലല്ലോ മാലാഖേ. പ്രോകാരിയോടുകളായ സൂക്ഷ്മജീവികളാണ് ബാക്ടീരിയകൾ. പ്രോട്ടിസ്റ്റ എന്ന ഫൈലത്തിലാണ് അവയെ ശാസ്ത്രജ്ഞന്മാർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആന്റണി വാൻ ലുവൻഹോക്ക് എന്ന നെതർലൻഡുകാരനായ വ്യാപാരിയാണ് ആദ്യമായി ബാക്ടീരിയയെ കണ്ടെത്തിയത്. വസ്ത്രവ്യാപാരിയായിരുന്നെങ്കിലും അദ്ദേഹം സൂക്ഷ്മദർശിനികൾ ഉണ്ടാക്കാനുള്ള പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു അന്നമോളെ. അങ്ങനെ ഒരു പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് ആന്റണി വാൻ ലുവൻഹോക്ക് ഒരു ബാക്ടീരിയയെ കണ്ടെത്തിയത്. 1676 കേട്ടോ അന്നമോളെ അത്. ആട്ടെ, ബാക്ടീരിയയുടെ വലിപ്പം എത്രയാണെന്ന് അന്നമോൾക്ക് അറിയണ്ടേ? വേണം മാലാഖേ. 0.5 മൈക്രോൺ മുതൽ 15 മൈക്രോൺ വരെയാണ് ഒരു ബാക്ടീരിയയുടെ വലുപ്പം. മൈക്രോൺ അഥവാ മൈക്രോമീറ്റർ എന്ന് വെച്ചാൽ മില്ലിമീറ്ററിന്റെ 1000ൽ 1 ഭാഗമാ അന്നമോളെ. ഇനി ബാക്ടീരിയകൾ തന്നെ പല ആകൃതിയിലുണ്ട്. അതേതൊക്കെയാ മാലാഖേ? ഉരുണ്ട ആകൃതിയിൽ കാണപ്പെടുന്ന ബാക്ടീരിയയാണ് കോക്കസ്. ഒരു ദണ്ടിന്റെ അല്ലെങ്കിൽ വടിയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന ബാക്ടീരിയയാണ് ബാസിലസ്. വക്രാകൃതിയിൽ വളഞ്ഞു പൊളഞ്ഞ് ഉള്ള ബാക്ടീരിയയാണ് സ്പൈറൽ. എന്തോരം തരത്തിലുള്ള ബാക്ടീരിയകളുള്ളത്? അതേ അന്നമോളെ. എങ്കിൽ എൻ്റെ അന്നമോൾ വേഗം വീട്ടിലോട്ട് പോയിക്കോട്ടോ, അല്ലെങ്കിൽ ചിലപ്പം മമ്മി വിളിക്കും. ശരി മാലാഖേ. ബൈ അന്നമോളെ. ബൈ മാലാഖേ. കൂട്ടുകാരെ, നമ്മുടെ കുസൃതി കൊടിക്കായ അന്നമോളുടെ സംശയം കാരണം നമുക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്നില്ലേ? എങ്കിൽ കൂട്ടുകാരെ, നമുക്കൊരു വിശുദ്ധന്റെ വചനം കാണാതെ പഠിച്ചാലോ? നിങ്ങൾ വിനയം കൊണ്ട് ചുരുങ്ങി ചുരുങ്ങി ഒരു പൂജ്യമായി ജീവിക്കണം. വിശുദ്ധ അംബ്രോസ്. കൂട്ടുകാരെ, നിങ്ങൾ ഈ വിശുദ്ധ വചനം കേട്ടല്ലോ. നിങ്ങൾ എല്ലാവരും ഇത് കാണാതെ പഠിക്കണേ. കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഗെയിം കളിക്കാൻ ഇഷ്ടമല്ലേ? എന്നാൽ നമുക്കൊരു ബൈബിൾ ഗെയിം കണ്ടു നോക്കിയാലോ? ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ബൈബിൾ ഗെയിംസിലേക്ക് സ്വാഗതം. നമ്മൾ കളിക്കാൻ പോകുന്ന കളിയുടെ പേരാണ് ബൈബിൾ പിക്ഷണറി. പിക്ചർ പ്ലസ് ഡിക്ഷണറി ആണ് പിക്ഷണറി. എന്നാൽ കളിക്കേണ്ട നിർദ്ദേശങ്ങൾ കേട്ടാലോ? ആദ്യം നമ്മുടെ കൂട്ടുകാരിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കണം. തിരഞ്ഞെടുത്തയാൾ കാണാത്ത വിധത്തിൽ ഇവിടെ ഒരു പിക്ചർ കാണിക്കും. ആ പിക്ചറിന്റെ സൂചനകളും പകരവാക്കുകളും മനസ്സിലാക്കി എന്താണ് പിക്ചർ എന്ന് തിരഞ്ഞെടുത്ത കുട്ടി പറയണം. എങ്കിൽ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്താലോ കൂട്ടുകാരെ? അതിനു മുമ്പ് നമുക്ക് ഈ കൂട്ടുകാരെ ഒന്ന് പരിചയപ്പെട്ടാലോ? പേരെന്താ? വിശുദ്ധ മത്തായി. വിശുദ്ധ മാർക്കോസ്. പേരെന്താ? വിശുദ്ധ ലൂക്ക. പേരെന്താ? വിശുദ്ധ യോഹന്നാൻ. എങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കാം. വിശുദ്ധ മത്തായി. ഇതിലെ സൂചനകൾ നിങ്ങൾ പറഞ്ഞു കൊടുത്ത് ഇവനെ ഹെൽപ്പ് ചെയ്യാം. തോബിയാസിനെയും തോബിത്തിനും ആരിൽ നിന്നാണ് സഹായം ലഭിച്ചത്? മാലാഖ. യെസ്, കറക്റ്റ് ആൻസർ ആണ്. ഇനി നമ്മൾക്ക് അടുത്ത ആളെ സെലക്ട് ചെയ്യാം. വിശുദ്ധ മാർക്കോസ്. ഇതിൽ നിന്നൊരു കാണിച്ചു. ദൈവവുമായുള്ള സംഭാഷണമാണ് പ്രാർത്ഥന. ഓക്കെ, ആൻസർ കറക്റ്റ് ആണ്. അടുത്ത ആളെ സെലക്ട് ചെയ്യാം. വിശുദ്ധ ലൂക്ക.
ഇത് എല്ലാ ക്രിസ്ത്യാനികളുടെയും വീട്ടിലുണ്ട്. ഒരു ക്ലൂ കൂടി തരാമോ? വിശുദ്ധ കുർബാനയിൽ ഉപയോഗിക്കുന്നതാണ്. തിരുവോസ്തി. അല്ല, ആൻസർ തെറ്റാണ്. പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ടതാണ്. ബൈബിൾ. കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്തത് വിശുദ്ധ യോഹന്നാൻ. ഇത് ഏറ്റവും ഉയർന്ന ആരാധനാ രീതിയാണ്. ഒരു ക്ലൂണും തരുമോ? ഇത് യേശുവിന്റെ ജീവിതത്തിന്റെയും ശുശ്രൂഷയുടെയും അനുസ്മരണമാണ്. തിരുവോസ്തി. അടുത്തെത്തിയിട്ടുണ്ട്, പക്ഷെ ഉത്തരം തെറ്റാണ്. അപ്പവും വീഞ്ഞും വിശുദ്ധീകരിക്കപ്പെടുകയും അത് ക്രിസ്തുവിന്റെ തിരുശരീരവും തിരുരക്തവുമായി മാറുന്നു. വിശുദ്ധ കുർബാന. കറക്റ്റ് ആൻസർ. ഈ ഗെയിമിൽ നിങ്ങൾക്ക് എല്ലാവർക്കും 10 പോയിന്റ് വീതം ലഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഗെയിം ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടമായി. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഒത്തുകൂടുമ്പോൾ ഈ ഗെയിം കളിക്കുമോ? കളിക്കും. കൂട്ടുകാരെ, നിങ്ങൾക്കും ഈ ഗെയിം ഇഷ്ടപ്പെട്ടില്ലേ? എങ്കിൽ നിങ്ങളുടെ സൺഡേ സ്കൂളിലും നിങ്ങളുടെ ഫ്രണ്ട്സ് ഒത്തുകൂടുമ്പോഴും നിങ്ങൾ ഈ ഗെയിം കളിക്കില്ലേ? മറ്റൊരു ഗെയിമുമായി നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം. ബൈ. കൂട്ടുകാരെ, ഇന്നത്തെ ബൈബിൾ ഗെയിം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായില്ലേ? ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ കൂടെയും കസിൻസിന്റെ കൂടെയും എല്ലാം കളിച്ചു നോക്കണേ. എങ്കിൽ കൂട്ടുകാരെ, അടുത്ത സെഗ്മെന്റ് എന്തായിരിക്കും? നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? അഞ്ച് കല്ലെടുത്തു വെച്ചു പാഞ്ഞു വന്ന ദാവീദ് ഒറ്റയേറുതാ കടക്കണ ഗോലിയാത്ത്. 5 കല്ലെടുത്തു വെച്ചു പാഞ്ഞു വന്ന ദാവീദ് ഒറ്റയേറുതാ കടക്കണ ഗോലിയാത്ത്. എലേലേലേ 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 എലേലേലേ. 5 കല്ലെടുത്തു വെച്ചു പാഞ്ഞു വന്ന ദാവീദ് ഒറ്റയേറുതാ കടക്കണ ഗോലിയാത്ത്. 5 കല്ലെടുത്തു വച്ചു പാഞ്ഞു വന്ന ദാവീദ് ഒറ്റയേറുതാ കടക്കണ ഗോലിയാത്ത്. യോശുവയും കൂട്ടുകാരും 7 കാഹളങ്ങൾ കയ്യിലേന്തിയും. യോശുവയും കൂട്ടുകാരും 7 കാഹളങ്ങൾ കയ്യിലേന്തിയും. കോട്ട ചുറ്റി നടന്നു, ഹേ 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 7 വട്ടം നടന്നു, ഹോ 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 ഹോ. കോട്ട ചുറ്റി നടന്നു, 7 വട്ടം നടന്നു. 7 വട്ടം മൂതിയപ്പോൾ കോട്ട മതിൽ തകർന്നു. ഏലേലേലേ 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 ഏലേലേലേ. 5 കല്ലെടുത്തു വെച്ചു പാഞ്ഞു വന്ന ദാവീദ് ഒറ്റയേറുതാ കടക്കണ ഗോലിയാത്ത്. 5 കല്ലെടുത്തു വെച്ചു പാഞ്ഞു വന്ന ദാവീദ് ഒറ്റയേറുതാ കടക്കണ ഗോലിയാത്ത്. ഏലേലേലേ 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 ഏലേലേലേ. അഞ്ചപ്പം 2 മീനും യേശു വാറ്റിയതു പ്രാർത്ഥിച്ചപ്പോൾ. 5 2 മീനും യേശു വാറ്റിയതു പ്രാർത്ഥിച്ചപ്പോൾ. 5000 പേരെ ഹേ 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 തൃപ്തരായി തീർന്നു. ഹോ 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 5000 പേരെ തൃപ്തരായി തീർന്നു. ബാക്കിയൊപ്പം 12 കുട്ടകളിൽ നിറച്ചു. ഏലേലേലേ 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 ഏലേലേലേ. 5 കല്ലെടുത്തു വെച്ചു പാഞ്ഞു വന്ന ദാവീദ് ഒറ്റയേറുതാ കടക്കണ ഗോലിയാത്ത്. 5 കല്ലെടുത്തു വെച്ചു പാഞ്ഞു വന്ന ദാവീദ് ഒറ്റയേറുതാ കടക്കണ ഗോലിയാത്ത്. ഏലേലേലേ 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 ഏലേലേലേ
ബർത്ത്ഡേ ആഘോഷിക്കുന്ന കൊച്ചു കൂട്ടുകാരുണ്ട്. അവരെ നമുക്കൊന്ന് വിഷ് ചെയ്താലോ? ഈ ആഴ്ച ബർത്ത്ഡേ ആഘോഷിക്കുന്ന എല്ലാ കൊച്ചു കൂട്ടുകാർക്കും ഞങ്ങളുടെ വക 1000 ജന്മദിനാശംസകൾ. എങ്കിൽ കൂട്ടുകാരെ, അടുത്ത സെഗ്മെന്റ് എന്തായിരിക്കും? നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? ഈശോയേ ഈശോയേ മേലെ മാനത്തെ ഈശോയേ ഒന്ന് വരാമോ ഈശോയേ കാണാൻ കണ്ണിൽ കൗതുകം പാകുന്ന സ്വർഗത്തിൽ ലാവണ്യമേ സ്നേഹോദാരമൻ ജീവനിൽ വാടുന്ന പൊന്നേശു തമ്പുരാനെ മേലെ മാനത്തെ ഈശോയേ ഒന്ന് വരാമോ ഈശോയേ 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 നീയൊന്നു പയ്യന്റെ കൂട്ടിൽ പിറന്നത് ഉല്ലോകമെത്തലിലായിരുന്നു. നീയൊന്നു പയ്യന്റെ കൂട്ടിൽ പിറന്നത് ഉല്ലോകമെത്തലിലായിരുന്നു. കീറുന്ന മണ്ണിൻ തണുപ്പിലും കനത് നെഞ്ചിലെ തീക്കലായിരുന്നു. സ്നേഹത്തിന്റെ കലലായിരുന്നു. അമ്മന നെഞ്ചിലെ തീക്കലായിരുന്നു. മേലെ മാനത്തെ ഈശോയേ ഒന്ന് വരാമോ ഈശോയേ കാണാൻ കണ്ണിൽ കൗതുകം പാകുന്ന സ്വർഗത്തിൽ ലാവണ്യമേ സ്നേഹോദാരമൻ ജീവനിൽ വാടുന്ന പൊന്നേശു തമ്പുരാനെ തീരാത്ത ദുഃഖത്തിൽ നീറുന്ന മക്കളെ പുൽകിലി സാന്ത്വനമാകണമേ. പട്ടിലി പാവങ്ങൾ കത്തും വിശപ്പുമായി കേറുമ്പോൾ അപ്പമായി തീരണമേ. ജീവന്റെ അപ്പമായി തീരണമേ. നീ എൻ്റെ ജീവന്റെ അപ്പമായി തീരണമേ. മേലെ മാനത്തെ ഈശോയേ ഒന്ന് വരാമോ ഈശോയേ കാണാൻ കണ്ണിൽ കൗതുകം പാകുന്ന സ്വർഗത്തിൽ ലാവണ്യമേ സ്നേഹോദാരമൻ ജീവനിൽ വാടുന്ന പൊന്നേശു തമ്പുരാനെ മേലെ മാനത്തെ ഈശോയേ ഒന്ന്
കൂട്ടുകാരെ, നിങ്ങൾക്ക് ഇന്നത്തെ കളിയരങ്ങ് ഇഷ്ടമായോ? നിങ്ങൾക്കും ഇതുപോലെ പാട്ടുകൾ പാടാൻ കഴിവുണ്ടെങ്കിൽ കളിമുറ്റത്തിൽ പങ്കെടുക്കാം. ഈ ആഴ്ച കളിമുറ്റത്തിൽ സെലക്ട് ചെയ്തിരിക്കുന്ന പടം ആരുടെ ആയിരിക്കും? നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? കൂട്ടുകാരെ, നിങ്ങൾക്കും ഇതുപോലെ കഥകൾ പറയാനും പാട്ടുകൾ പാടാനും കഴിവുകളുണ്ടെങ്കിൽ തീർച്ചയായും കളിമുറ്റത്തിൽ പങ്കെടുക്കാം. അതിനായി ഞങ്ങളെ കോൺടാക്ട് ചെയ്യേണ്ട അഡ്രസ്: ദി പ്രൊഡ്യൂസർ, കളിമുറ്റം, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ PO, ചാലക്കുടി, തൃശൂർ. പിൻ 680309. ഇമെയിൽ kalimutamgtv24@gmail.com. ഫോൺ 8606460033. കൂട്ടുകാരെ, ഈ ആഴ്ചയിലത്തെ കളിമുറ്റത്തിന്റെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? എങ്കിൽ അടുത്ത ആഴ്ച ഇതിൽ നല്ലൊരു എപ്പിസോഡുമായി ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. ടിൽ ദെൻ, ബൈ.